ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിലൊരു തക്കാളിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. പ്രധാനമായിട്ട് ഇതിന് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്: തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കറിവേപ്പില. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതൊന്നും ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നത്. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റിയാൽ വേഗം വഴന്ന് കിട്ടും. കുറച്ച് ഉപ്പ് ചേർക്കുക. ചെറുതായി നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് വേണമെന്നുള്ളവർക്ക് സാധാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ മെയിനായിട്ടുള്ള സാധനം തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മസാല നന്നായിട്ട് തക്കാളിയിൽ പിടിക്കാനും തക്കാളി ഒന്ന് ഉടഞ്ഞ് വരാനുമായിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസും സോയാ സോസും ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ചാറിലൊരു കറിയല്ല ഇത്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുറുകിയ മോഡലിലൊരു കറിയാണിത്. അങ്ങനെ കൂട്ടുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നൽ. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിക്ക് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ കറി ഏകദേശം ആയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഒപ്പവും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ കറിക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.